കവചങ്ങളും പൊരുതുവാൻ കരവാടുമായി ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്താനം കൊതിച്ചതോ ഒരു കളിക്കളം പിടിച്ചതോ ഈ പടക്കളം കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം ഇനി വരണ്ട, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരുമില്ലേ? മഞ്ഞപ്പിച്ചാച്ചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ മൂന്നാളി ഇരട്ട വെച്ചാ? ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, മൂന്നാളും ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ, ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കുമല്ലോ ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ ഇല്ലടാ, ഇവിടെ വന്ന് കുത്തിരിക്കുക എല്ലാവരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. സർക്കാരുകൾ എന്താ വലിയ ചില്ലിത്തൊക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കുരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാൽ തന്നെ ഭയങ്കര ദേഷ്യ. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവൻ എത്തിയാ മതി. ബാലകൃഷ്ണൻ താനും നീച്ച പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അല്ല പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ എടാ നിനക്ക് ഞാൻ പറഞ്ഞ സ്പീഡിൽ ഓൺ ചെയ്യൂ. നിക്കവിടെ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ, കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെടുത്തുണ്ട്. കാറ് വിടാ, വിടി കാറ്. ടാക്സി എങ്കിലും ടാക്സി വിടി. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോൾ എപ്പോഴും ലോക്കായോ? എന്തൊക്കെ എത്തി കെട്ട സമയം. ഇത് തുറക്ക്, തുറക്കുവാനെ ഡ്രൈവർ. സോറി, ഇത് തുറക്ക്, തുറക്ക്, തുറക്കാൻ സാറേ. ഒന്നാമത് തള്ളി തള്ളി അടുക്ക് പോ. വിടി വിടി വിട. എന്താ കാര്യം? വിട്. തിന്മകൾ തങ്ങളെ ജന്മസമരമുഖങ്ങളെ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലിതു സാഹസം. കഴിഞ്ഞാനില്ലാത്ത പുതിയകളെ പോലെ ഉടയോനില്ലാത്ത കളരികളെ കഴിഞ്ഞാനില്ലാത്ത പുതിയകളെ പോലെ ഉടയോനില്ലാത്ത കളരികളെ പോരാടുന്നു വെറി നീരോടുന്നു ഇരുപേരും തോൽവിയറിയാതെ ഇന്നും തോരു തുടരുന്നു തങ്ങളിവർ തെല്ലുണ്ടാക്കി കളയാതെ. കളിക്കണം, ഇത് കളിക്കണം, പടക്കണം, ഒരു പടക്കണം. ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഇതെന്നിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ? വിഴുങ്ങാൻ വേണം. എനിക്ക് വേണ്ട. നീ വരുന്ന പോയി വീണിട്ട് വേടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്ന് മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇവിടെ മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല. പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തന്നെ അറിയരുത്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ?
പുറത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്. ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. ആ പെട്ടിക്ക് തരാൻ. കൊടുക്കണ്ട. പെട്ടി തരാൻ. നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. നിഷമോളോടെ. അതെ, ഉർവശി തിയേറ്റേഴ്സിലൊരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീമാറീസിന്റെ നിഷമോളോടെ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിഷമോളോടെ പറയണോ? എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടൽ മിസ്റ്റർ ഉർമി സ്തംഭാൻ. ഞങ്ങളെ തടയരുത്. നടക്കണം. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. പോലീസുകാരെ എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? മിസ്റ്റർ ഉർമി തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒടുകിലുണ്ടാവും. വരി ഇതിലൊന്നും ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലൻസിനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, ബിലേറ, അരി ഊരടിക്ക് അരി തുറക്കാൻ അവിടെ. മഞ്ഞ പിശാചി ബാലകൃഷ്ണൻ നമ്മുടെ പാർട്ടിയൊന്നും കൊണ്ടിട്ട് ശരി പോയാടി. അങ്ങനെ നീക്കി പിടിച്ച കാര്യം. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ കാര്യം. എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ. അങ്ങോട്ട് കോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്ക്. അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്നവരാ ഉയർത്തി. പരിപാടിയൊക്കെ വേണ്ട. മുതല് ഇങ്ങനെ ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? ഇതെന്താ ഇയാൾ പിടിച്ചിരിക്കുന്നത്? തടുത്തോ. അയ്യോ അയ്യോ അയ്യോ. നിർത്തി. ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണോ പ്രാന്ത് പിടിച്ചതോടെ വാശിയിട്ടുണ്ട്. തന്നെയാണോ ഞാനേ? അടുത്തത് വാശി. നീ എന്താ അവിടെ കുതിര കളിക്കുക? നിന്നെ ഞാനൊരു ഇരിക്കട്ടെ. നിനക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ ഞാൻ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂത്തി വെച്ചു പോയിട്ട് ഒരു ചവിട്ട് വിടട്ടെ. ഇങ്ങോട്ട് വന്നേ.
ബാലകൃഷ്ണ ഓടിക്കോ, ഞാൻ ഏതായാലും കയ്യച്ചോ, ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഡേയ്! ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ, ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ. ശശി നമ്മൾ വിചാരിച്ച പോലെ അല്ലേട്ടാ, അയാൾ 3 ആളിടിക്കണം ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയോടെ കംപ്ലീറ്റ് ലെവലാക്കി. ഈ വക പണിക്കിന് ഞാനില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു കാശും വേണ്ട. അവിടെ കിടവും. അയാൾ വലിയ പുണ്യാളത്തിനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ, നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയണത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ? ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ടൊന്ന് ഇറങ്ങി തരുമോ? മറ്റേ 3 ലക്ഷം വേണോ 4 ലക്ഷം വേണോ അവന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ? ഇനിയിപ്പോ ആരെ പിണ്ടമ്മയ്ക്കാനെ പോണേ? ഓ